ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോണത് വഴുതനങ്ങ ഫ്രൈ ആണ്. അതിനുവേണ്ടി ഒരു 3 വലിയ വഴുതനങ്ങ കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് വേണ്ട മസാലപ്പൊടികൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഒരു ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്, ഒരു 1.5 ടീസ്പൂൺ കോൺഫ്ലവർ, ഒരു ടീസ്പൂണോളം അരിപ്പൊടി, ഒരു ചെറുനാരങ്ങയുടെ നീര്. മസാലപ്പൊടികളെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കോൺഫ്ലവർ ഓയിൽ, കോൺഫ്ലവർ, പിന്നെ ഒരു 1/2 ടീസ്പൂണോളം അരിപ്പൊടി, 1 ടീസ്പൂൺ നാരങ്ങാനീര് പിഴിഞ്ഞ് വെച്ചേക്കുന്നത് ഇതുകൂടി ചേർത്ത് കൊടുക്കുകയാണേ. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം. മസാല തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി ഈ വഴുതനങ്ങ ഓരോന്നായിട്ട് ഇതിൽ മുക്കിയെടുത്ത് മാറ്റി വയ്ക്കാം. 2 സൈഡും നന്നായിട്ട് തന്നെ അതിങ്ങനെ മസാല ഒക്കെ പിടിക്കണം. രീതിയിൽ അതങ്ങനെ മുക്കി മാറ്റി വയ്ക്കുക. ആദ്യം തന്നെ എടുക്കാട്ടോ. വട്ടത്തിൽ വേണമെങ്കിൽ വട്ടത്തിൽ, മറ്റേ നീളത്തിൽ വേണമെങ്കിൽ നീളത്തിൽ കട്ട് ചെയ്യാം. അത് നമ്മുടെ ഇഷ്ടമാണത്, ഈ വഴുതനങ്ങ എങ്ങനെ മുറിക്കണം എന്നുള്ളത്. ഇനി അതുമായിട്ട് നമുക്കൊരു ചട്ടി ചൂടാക്കാൻ വയ്ക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കും. പിന്നെ വെളിച്ചെണ്ണയിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കും. ഗ്യാസ് ഒന്ന് സിമ്മാക്കി ഇടുന്നത്. തണ്ട് കറിവേപ്പില കൂടി ചേർക്കാം. എൻ്റെ വഴുതനങ്ങ ഫ്രൈ തയ്യാറായിട്ടുണ്ട്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.